ഹലോ ഗായ്സ്, ആടിൻ്റെ കാലുകൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം കാണിച്ചാട്ടെ. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ടോപ്പ് സെല്ലിംഗ് ഐറ്റം കേട്ടോ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ന്യൂസിലാൻഡ് ലാംബ് ഷാങ്ക് കൊണ്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഈ ന്യൂസിലാൻഡിലെ ലാമ്പ് എന്ന് പറഞ്ഞാൽ അത് 100% പച്ചപ്പുല്ല് നിന്ന് ജീവിക്കുന്നത് കൊണ്ടുണ്ടല്ലോ അതിൻ്റെ മീറ്റും നല്ല ലീനും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ലോകത്തിൻ്റെ മിക്ക ഭാഗത്തേക്കും പ്രീമിയം ക്വാളിറ്റി ലാമ്പ് എക്സ്പോർട്ട് ചെയ്യുന്നത് ന്യൂസിലാൻഡുകാരാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ലാംബ് ഷാങ്ക് തൻ്റെ ഇതുപോലെ സോൾട്ട് പെപ്പർ ഒലിവ് ഒഴിച്ച് നന്നായിട്ട് ഓവനിൽ വെച്ച് ഫുൾ സൈഡ് ഒന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഈ ലാമ്പ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്ത് വളരെ സോഫ്റ്റ് ആക്കി കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനത്തെ കുക്കിങ്ങിന് നമ്മൾ ബ്രേസിംഗ് കേട്ടോ പറയുന്നത്. നമുക്ക് ഇത് ബ്രേസ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബ്രേസിങ് ലിക്വിഡ് ഉണ്ടാക്കാം. ഇതിനെ നമുക്ക് കുറച്ച് ഒനിയൻ, ഗാർലിക്, തൈം, ഫിക്സ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴമാണ് കേട്ടോ. അത്തിപ്പഴം ഡ്രൈ ആക്കിയതാണ്, ഡ്രൈ ഫിക്സ് എന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അതിലോട്ട് നമ്മളൊരു പട്ട ഇട്ട് കൊടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഫിക്സും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ വെജിറ്റബിൾ നന്നായി വാടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഗിന്നസ് ബിയറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല അടിപൊളി ഫ്ലേവർ കേട്ടോ ഈ ബിയറിൽ. ഈ ലാമ്പ് കുക്ക് ചെയ്ത് കഴിയുമ്പം ബിയർ പിന്നെ നമ്മൾ ഈ ലാമ്പിൻ്റെ സ്റ്റോക്കും കൂടെ ഇട്ട് ബോയിൽ ചെയ്ത് മാറ്റി വെക്കുവേ. ആ സമയത്ത് നമ്മുടെ ലാമ്പ് കണ്ട ഹൈ ടെമ്പറേച്ചറിൽ ഫുൾ സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ കുക്കിംഗ് നടക്കുന്നത്. ഈ കളർ വന്ന ലാമ്പെല്ലാം കൂടെ നമ്മളൊരു ഡീപ്പായിട്ടുള്ളൊരു പാനിലോട്ട് മാറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ലിക്വിഡില്ലേ, ആ സ്റ്റോക്ക് നമ്മൾ ഇതിലോട്ട് നമ്മൾ കവർ ചെയ്ത് ഒഴിച്ച് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഓവനിൽ വെച്ച് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ സ്ലോ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തെടുക്കും കേട്ടോ. 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഓവൻ തുറന്ന് ഈ അലുമിനിയം ഫോയിൽ മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ലാംബ് ഷാങ്ക്. നമ്മൾ ആ എല്ലയിൽ പിടിച്ചെന്ന് കുടഞ്ഞാലുണ്ടല്ലോ ആ മീറ്റ് എല്ലാം കൂടെ താഴ്ത്തോട്ട് പോരുവേ. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഈ ഒരു ഐറ്റം മെനുവിൽ കണ്ടാൽ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് കഴിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം, എന്നാലും കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളിതിനെ പൊട്ടറ്റോയുടെ ഒരു ഡിഷും കുറച്ച് വെജിറ്റബിൾസും ഈ സോസും ഈ മീറ്റും വെച്ചാട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.